എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പിണ്ടിക്കറിയാണ്. പിണ്ടിക്കറി എന്ന് ചോദിക്കുമ്പം എല്ലാവരും ചോദിക്കും പിണ്ടിക്കറി എന്നതാണെന്ന്. എന്നാൽ വാഴയുടെ പിണ്ടിയാണ്. നമ്മുടെ പാളയംകുടം വാഴയോ ഏത്തവാഴയ്ക്കോ പിണ്ടി. അത് എല്ലാവരും ഒന്നും കറി വെച്ചിട്ടില്ല, എല്ലാവർക്കും അതൊന്നും അറിയത്തില്ല. പക്ഷെ അത് നമുക്ക് ഏറ്റവും ഔഷധമായ ഒരു കാര്യമാണ്. നമ്മുടെ ഇതിൻ്റെ നീര് ഉള്ളിൽ ചെന്നാൽ ഏറ്റവും ഗുണമുള്ള സാധനമാണ്. കാരണം ഇത് നമ്മുടെ വയറ്റിനകത്ത് കല്ല് അങ്ങനെയുള്ള അഴുക്ക് സാധനങ്ങളൊക്കെ നമ്മുടെ വയറ്റിൽ നിന്ന് പോകുന്ന രോഗമുള്ളവർക്കൊക്കെ നല്ല സാധനമാണ് ഈ പിണ്ടി. അതുകൊണ്ട് നമുക്ക് ഈ പിണ്ടി തേങ്ങ അരച്ച് കറി വെക്കാം. അതിനെന്തൊക്കെ വേണമെന്ന് നമുക്ക് നോക്കാം. പിണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇനി ചെറുതായിട്ട് അരിഞ്ഞ് നമുക്ക് പിണ്ടി കറി വെക്കാം, അരിയാം. പിന്നെ അതിന് വേണ്ടത് തേങ്ങ ഒരു മുറി, പിന്നെ ഉള്ളി ഈ പിണ്ടിയുടെ കൂടെ ഇടാനുള്ളതാണ് ഉള്ളി, പിന്നെ കരിവേപ്പില. അതിന് ചേർക്കേണ്ടത് നമുക്ക് ഉപ്പ് വേണം, ജീരകം വേണം, മഞ്ഞൾപ്പൊടി വേണം, മുളക് പൊടി വേണം, എണ്ണ, കടുക്. അരിയുന്നത് ഞാനൊന്ന് കാണിച്ചു തരാം. നമ്മൾ ഈ പിണ്ടി ഇങ്ങനെ എടുക്കണം. എന്നിട്ട് ഇതിൻ്റെ ഈ നൂല്, ഈ പിണ്ടി ഇങ്ങനെ ചെറുതായിട്ട് അരിയുമ്പം അതിൻ്റെ ഈ നൂല് നമ്മുടെ കയ്യിൽ ഇങ്ങനെ ചുറ്റി 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 നമ്മൾ മാറ്റണം. ഈ നൂല് ഇതിനകത്ത് നമ്മൾ ഇടാൻ പാടില്ല. ഈ നൂലുണ്ടല്ലോ, ആ നൂല് മാറ്റിയിട്ട് നമ്മളിങ്ങനെ അരിഞ്ഞെടുക്കും. നമുക്ക് പിണ്ടി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് അടപ്പരോടിട്ട് വേവിക്കാം. നിങ്ങളെല്ലാവരും ഇത് കാണണം കേട്ടോ. ഈ പിണ്ടി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് സ്വല്പം ഉപ്പിടാം. ഇത് അടപ്പരോട്ട് വെച്ച് വേവിക്കാം. പിണ്ടി ഉള്ളിയും കൂടെ വെച്ചത് എന്തോന്ന് നമുക്കൊന്ന് നോക്കാം. എന്നിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് ഈ തേങ്ങ നല്ലപോലെ അരച്ചുകൊണ്ട് വന്നത് നമുക്ക് ചേർക്കാം. പിണ്ടിക്കകത്തോട്ട് അരച്ച് തരാം. ഇളക്കി കൊടുക്കാം. എണ്ണ ഇതിനകത്ത് ഒഴിക്കാം. അത് വറക്കാനായിട്ട് നമുക്കിത് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ പിണ്ടിക്കറി റെഡി ആയിട്ടുണ്ട്. കാണണം, ലൈക്ക് ചെയ്യണം, മറന്നു പോകരുത്. ഈ പിണ്ടിക്കറി വെക്കാൻ മറന്നു പോകല്ല. പിണ്ടി എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ മേടിച്ച് നിങ്ങൾ ഈ പിണ്ടിക്കറി വെക്കണം. ഈ പിണ്ടിക്കറി വെച്ച് കൂട്ടണം. വയറിനൊക്കെ നല്ലതാണ്. ഞാൻ വീണ്ടും പറയുന്നുള്ളത്. കാരണം എല്ലാവർക്കും നല്ലതാണ്. വയറ്റിൽ ചെന്നാൽ ഏറ്റവും നല്ല ഒരു വിഷാംശവും ഇല്ല. നമ്മുടെ വയറിന് എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറി കിട്ടും. പിണ്ടി നീര് കുടിക്കുകയും പിണ്ടി കറി വെച്ച് കൂട്ടുകയും ഒക്കെ ചെയ്യുവാണെങ്കിൽ. അതുകൊണ്ട് അതൊക്കെ നമ്മൾ ചെയ്യണം. ഞാനിന്ന് ടേസ്റ്റ് ചെയ്യാം. ചൂടാണ്, നല്ല ഉപ്പുണ്ട്, എല്ലാം ഭാഗമുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഇത് വെക്കണം, കാണണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. നാളെ ഞങ്ങൾ വേറെ ഐറ്റമായിട്ട് വരുന്നതായിരിക്കും. ബായ്.